ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം ആത്മമിത്രം ശ്രോതാക്കൾക്ക് സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ജ്ഞാനം എന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. ജ്ഞാനം ഒരു പ്രായോഗികമായ ജീവിത അറിവുകളാണ്, അത് തിരിച്ചറിവുകളാണ്, അത് വിവേക സമ്പൂർണതയാണ്. ഈ ജ്ഞാനം എന്നത് നമുക്ക് പ്രതിഫലമായി തരുന്നത് എന്താണ്? ജ്ഞാനത്തിൻ്റെ പ്രതിഫലങ്ങൾ എന്തെല്ലാമാണ്? 7-8 വാക്യങ്ങളിൽ അത് നമ്മെ സത്യത്തിലേക്കും നീതിയിലേക്കും നയിക്കും. 14-ാം വാക്യത്തിൽ വീര്യബലം എനിക്കുണ്ട്, ജ്ഞാനത്താൽ ശത്രുക്കളെ കീഴടക്കുവാനായിട്ട് സാധിക്കും. 18-ാം വാക്യം, എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ട്. 32-ാം വാക്യം, ജ്ഞാനത്തിൻ്റെ വഴികൾ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. 33-ാം വാക്യം, ജീവനാണ് ജ്ഞാനം, ജ്ഞാനിയുടെ വഴികളിൽ യഹോവയുടെ കടാക്ഷമുണ്ട്. അതുമാത്രമല്ല, ജ്ഞാനം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ഇരമ്യാവ് 10:12 അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു, തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയും ഔന്നിത്യവും എത്രയോ വലുതാണ്. ഈ ജ്ഞാനം സമ്പാദിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആകയാൽ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.